ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടു. അത് കൃഷിക്കാർക്ക് ഏൽപ്പിച്ച് ദൂരദേശത്തേക്ക് പോയി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ തൻ്റെ തോട്ടത്തിലെ ഫലങ്ങൾ വാങ്ങാൻ അവിടുന്ന് ഒരു ദാസനെ അയച്ചു. പക്ഷേ കൃഷിക്കാരവനെ അടിക്കുകയും തിരികെ അയക്കുകയും ചെയ്തു. രണ്ടാമത്തെ ദാസനെ അവിടുന്ന് അയച്ചപ്പോൾ കൃഷിക്കാരവനെ ഉപദ്രവിച്ചു. മൂന്നാമത്തെ ദാസനെ അവിടുന്ന് അയച്ചപ്പോൾ കൃഷിക്കാരവനെ തള്ളിക്കളഞ്ഞു. അവസാനം ആ മനുഷ്യൻ പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ പ്രിയപുത്രനെ അയക്കാം, അവർ ഇനി അവനെ ബഹുമാനിക്കും. പക്ഷേ കൃഷിക്കാർ തമ്മിൽ പറഞ്ഞു, ഇവനാണ് അവകാശം, ഇവനെ കൊന്നുകളയാം. അങ്ങനെ തൻ്റെ പ്രിയപുത്രനെ അവർ കൊന്നുകളഞ്ഞു. സ്നേഹിതരെ, ഇത് വെറും കഥയല്ല. ഇതിൽ നിന്ന് ഒരു വലിയ സന്ദേശം നമുക്ക് ലഭിക്കുന്നു. മുന്തിരിത്തോട്ടം നമ്മുടെ ജീവിതമാണ്. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനാണ് ദൈവം. ദൈവം അയച്ച ദാസന്മാരാണ് പ്രവാചകന്മാർ. പ്രിയപുത്രൻ ഈശോ തന്നെയാണ്. ദൈവം നമ്മെ സ്നേഹിച്ചു. പക്ഷേ നമ്മൾ പലപ്പോഴും ദൈവത്തെ മറക്കുന്നു. ദൈവം നമ്മോട് സംസാരിക്കുമ്പോഴെല്ലാം നാം അത് കേൾക്കാറില്ല. പ്രിയപ്പെട്ടവരെ, മുന്തിരിത്തോട്ടവും കൃഷിക്കാരുമെന്ന ഈ ഉപമയുടെ ആത്മീയത കൃത്യതയോടെ ദൈവം മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു എന്നതിലാണ്. അതിൽ ധാരാളം ഫലങ്ങളുണ്ടായി. പല വിധത്തിൽ, പല കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ഫലങ്ങൾ ചൂടുന്ന ജീവിതമാക്കി രൂപാന്തരപ്പെടുത്തി. ദൈവം നമ്മുടെ ആയുസ്സിനെയും ആരോഗ്യത്തിനെയും പരിശോധിക്കുമ്പോൾ വെറുതെ അങ്ങനെ കടന്നു പോയാൽ പോരാ. നല്ല ഫലങ്ങൾ തരുന്ന, രൂപാന്തരപ്പെടുന്ന ജീവിതം നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായി ഓർക്കേണ്ട ഒരു കാര്യമാണ്, ദൈവമാണ് ഉടമസ്ഥൻ, നമ്മൾ വെറും കാര്യസ്ഥൻ മാത്രമാണ്. നട്ടതും നനച്ചതും ഫലങ്ങൾ തരുന്നതും പരിപാലിക്കുന്നതെല്ലാം ദൈവമാണ്. ദൈവം നൽകിയ കഴിവുകളും സമ്പത്തുകളും വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.